السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ അനുചരന്മാർ, അവിടുത്തെ സ്വഹാബാക്കിറാം, അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കന്മാർ, പിൻഗാമികളാകുന്ന അനന്തരാവകാശികളാകുന്ന ഔലിയാക്കന്മാർ, മശായിഖന്മാർ, മഹാന്മാർ, അള്ളാഹു അവരെ കുറിച്ചെല്ലാം പറയുവാനും കേൾക്കുവാനും ആ ശഫാഅത്ത് ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആമുഖമായി പ്രാർത്ഥന. നാം ബഹുമാനമുള്ള ശൈഖുന മടവൂരിനെ കുറിച്ചാണ്, റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനമുള്ള ശൈഖുനയുടെ ജീവിതത്തിലെ ആ കർശനമായ ദീനിന്റെ കർശനം നമുക്ക് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ബഹുമാനപ്പെട്ടവർ വഹാബികൾക്കെതിരെ വളരെ കർശനമായി പ്രഖ്യാപിച്ചവരായിരുന്നു. വഹാബികൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത മഹാനായിരുന്നു ശൈഖുന മടവൂർ. അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ദീനിന്റെ എല്ലാം ഉറവിടം തങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു അണുമണി തൂക്കമെങ്ങാനും ആരെങ്കിലും ഒരു അണുമണി തൂക്കം നിസ്സാരപ്പെടുത്തിയാൽ അവർ ദീനിൽ നിന്ന് പുറത്താണ്. ഈ വിഷയം നാം മനസ്സിലാക്കണം. അത് കർശനമായി പണ്ഡിതന്മാരെ പോലും പഠിപ്പിച്ചത് ബഹുമാനമുള്ള ശൈഖുന ഖുതുബുൽ ആലം റഈസുൽ സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖുന നൂർ മുഹമ്മദ് അബീബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ബഹുമാനമുള്ള ശൈഖുന കർശനമായ സമീപനം സ്വീകരിച്ചിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവർക്ക് മക്കളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അഥവാ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ ത്വലാഖിന്റെ ആവശ്യമില്ല എന്നുവരെ മഹാനവറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ, യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമ വളരെ വ്യക്തമായി രണ്ട് കലിമയും വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഇത് അഖീദയാ, വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവുകയില്ല. മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഈമാൻ എന്നാൽ തസ്ദീഖു ബിമാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മാ ജാഅ ബിഹി, തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മാ ജാഅ ബിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാത്തിലും ഹബീബിനെ വിശ്വസിക്കുക, ഇതാണ് ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചാൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ മുസ്ലിം ആവേണ്ടത് ഇബ്ലീസുൽ ലഈനല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന് എന്താ വിശ്വാസക്കുറവ്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കുറവൊന്നുമില്ലല്ലോ. ഇബ്ലീസിന് എന്ത് കുറവാണുള്ളത്? ഇബ്ലീസ് പറഞ്ഞത് തന്നെയല്ലേ, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അലൈഹിസ്സലാം ഞാൻ ഒരുക്കമല്ല, അല്ലാഹുവേ നിനക്ക് വേണമെങ്കിൽ എത്രയും ഞാൻ സുജൂദ് ചെയ്യും ചെയ്തല്ലോ. എത്ര വർഷമാണ്, എത്ര വർഷക്കണക്കിന് ഇബാദത്തെടുത്ത ആളാ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ ചിന്തിക്കൂ, അറിവിന്റെ കുറവുണ്ടോ ഇബ്ലീസിന്? ഇബാദത്തിന്റെ കുറവുണ്ടോ ഇബ്ലീസിന്? ഇബാദത്ത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടേണ്ടത് ഇബ്ലീസ് അല്ലേ? കാരണം 70,000 കൊല്ലം, മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരു സ്ഥലം പോലും ആകാശ ലോകത്തില്ല. എന്താണ് അവന്റെ ഒക്കെ ഒരു പവർ? നിങ്ങൾ ചിന്തിക്ക്. എത്ര വലിയ ആബിദായിരുന്നു, എത്ര വലിയ ആലിമായിരുന്നു. അസാസീൽ എന്നല്ലേ അവന്റെ പേര്. മലക്കുകളുടെ ഉസ്താദായില്ലേ അവൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ഉസ്താദായി അവനെ നിയോഗിച്ചില്ലേ? അറിയാത്തത് കൊണ്ടാണോ? അല്ല, അല്ലാഹുവിനറിയാം ഇത്. പക്ഷേ അല്ലാഹുവിനറിയാം, നമുക്ക് അല്ലാഹു തആല അത് പ്രത്യക്ഷമായി പ്രാക്ടിക്കലായി അല്ലാഹു നമുക്ക് കാണിച്ചു തരികയാ. ലിയബ്ലുവന്നകും അയ്യകും അഹ്സനു അമലാ. അറിഞ്ഞതുകൊണ്ടാ, അല്ലാഹുവിന്റെ അറിവല്ലല്ലോ, ആ അറിവ് നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇബ്ലീസുൽ ലഈൻ
അള്ളാഹുവിന് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ആൾ എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് കുഫ്രിയത്ത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അവൻ വിലങ്ങടിച്ചു മാറിയുന്നു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താടാ ഇബ്ലീസേ, എന്തടാ നീ ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പടച്ച ഈ ആദമിന് സുജൂദ് ചെയ്യാൻ നീ എന്തേ വിലങ്ങടിച്ചത്? ഖലഖ്തഹു മിൻ തീൻ. കണ്ടോ, ആദമിനെ പടച്ചത് മണ്ണ് കൊണ്ടല്ലേ, ഞാനാകട്ടെ മിന്നാർ, ഞാൻ തീയല്ലേ. തീയും മണ്ണും നോക്കിയാല് തീ മേലോട്ടാണ് ഗതി, മണ്ണ് കീപ്പോട്ടാണ് ഗതി. അധമത്തിൽ നിന്ന് പടച്ച അധമസ്ഥാനനായ ആദമിന് ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? ഇതാണ് ഇബ്ലീസ് ചോദിച്ചത്. നോക്കൂ നിങ്ങൾ, ഇബ്ലീസിന്റെ ചോദ്യം അതായിരുന്നു, മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദമിന് ഞാൻ എന്തിന് സുജൂദ് ചെയ്യണം? ഞാൻ നിനക്ക് സുജൂദ് ചെയ്യാം. നീയല്ലേ സിട്ടാവ്, നീയല്ലേ ഏകനായ റബ്ബ്, നിനക്കല്ലാതെ ഒരു സുജൂദ് എനിക്കില്ല. അള്ളാഹു എന്താ പറഞ്ഞത്? നന്നായെന്നാ പറഞ്ഞത്? വളരെ നന്നായിന്നാണോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞേ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബാ, അവൻ വിലങ്ങടിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ സത്യനിഷേധികളിൽ പെട്ടവനായി തീർന്നു. അപ്പൊ അവൻ മുമ്പേ സത്യനിഷേധി തന്നെയാണ്. പക്ഷേ അവനങ്ങനെ ഇൽമും ഇബാദത്തായിട്ട് കഴിഞ്ഞു. അത് പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാ? ആദം നബിക്ക് സുജൂദ് എന്ന് പറഞ്ഞപ്പോഴാണ് അത് പ്രത്യക്ഷപ്പെട്ടത്. ഫൈദാ നഫഖ്തു ഫീഹി മിർ റൂഹി, ആദമിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഊതിക്കയറ്റിയാൽ ഫഖഉ ലഹു സജിദീൻ, നിങ്ങളെല്ലാവരും ആദമിന് സുജൂദിലായി വീഴണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 14 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണമെന്നും മലക്കുകൾ സുജൂദിൽ വീണുവെന്നും ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും, സജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാവരും സുജൂദിൽ വീണു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സുജൂദിൽ വീണു എന്ന് ഖുർആൻ 14 സ്ഥലങ്ങളിലാണ് ഈ ചരിത്രം എടുത്തുദ്ധരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. ചിന്തിക്കാനുണ്ടതിൽ. അപ്പൊ ഇബ്ലീസ് പിഴച്ചത്, അവൻ സത്യനിഷേധിയായി മാറിയത്, അവൻ കാഫിരീങ്ങളിൽ പെട്ടവനായി മാറിയത് എവിടെ കൊണ്ടാണ്? അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ ധിക്കരിച്ചത് കൊണ്ടാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ച ആ കൽപ്പനക്ക് മാറി നിന്നത് കൊണ്ടാ, ആ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാ. ആദം നബി അവൻ അംഗീകരിക്കൂല എന്നാണ് പറഞ്ഞത്, ബാക്കിയൊക്കെ അംഗീകരിച്ചോളാം. ആദം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോ ഇതേ ചരിത്രം ഇൻഷാ അല്ലാഹ് തൗഹീദ്, യഥാർത്ഥ തൗഹീദ് മലക്കുകളിലാണോ, യഥാർത്ഥ തൗഹീദ് ഇബ്ലീസിലാണോ ഉള്ളതെന്ന് നാം ചിന്തിക്കേണ്ട ഒരു ഭാഗം കൂടി അവിടെ ഉണ്ട്. യഥാർത്ഥ തൗഹീദ് പഠിപ്പിച്ചതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥ തൗഹീദ് ചെയ്തതാരാ? മലക്കുകൾ. അവർ സുജൂദ് ചെയ്തു എന്നാണ്. ഇബ്ലീസോ അവൻ കുഫ്രിയത്താണ് ചെയ്തത്. അതെന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ആദമു സഫിയുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ കലീമുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റൂഹുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം ഖലീലുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം അംഗീകരിച്ചാൽ പോരാ. പരിശുദ്ധ പ്രവാചകരെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക ശൃംഖലയെ അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. എങ്ങനെ അംഗീകരിക്കണം? എപ്രകാരം അംഗീകരിക്കണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ അംഗീകരിക്കലാകുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണം. റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അതിന്റെ അർത്ഥം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാകുമോ? ഒരിക്കലുമില്ല. സാധാരണക്കാരൻ അള്ളാഹിന്റെ റസൂലാകുമോ?
ജിബ്രീലിനെ കാണുമോ? മലക്കുകളെ കാണുമോ? വഹി ലഭിക്കുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ലോകം മുഴുവൻ പടക്കപ്പെട്ടത്. സാധാരണക്കാരനാകുമോ? നാം വിശദീകരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ അവർ ദീനിൽ നിന്ന് പുറത്താണ് എന്ന കർശനമായ നിലപാട് ലോകത്തേക്ക് പ്രഖ്യാപിച്ച മഹാനായിരുന്നു ശൈഖുനാ ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ. മടവൂരിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മുജാഹിദിന്റെ നിക്കാഹിന് ബഹുമാനമുള്ള ശൈഖുന പോയില്ലല്ലോ. വലിയ പണക്കാരനായിരുന്നില്ലേ അയാൾ? ശൈഖുനയെ അയാൾ ചീത്ത വിളിച്ചില്ലേ? നോക്കൂ നിങ്ങൾ, ശൈഖുന എന്താ പറഞ്ഞത്? വളരെ ഗൗരവത്തിൽ, അബൂബക്കർ ഇത് ചെയ്യില്ല, ഞാനത് ചെയ്തു കൊടുക്കില്ല. ശൈഖുന നിക്കാഹ് ചെയ്തു കൊടുത്തില്ലല്ലോ. ആരുടെ മുന്നിലും കുസാത്ത ധൈര്യമല്ലേ ബഹുമാനമുള്ളവർ? അവർക്ക് അതിന്റെ ശിക്ഷ ലഭിക്കുകയല്ലേ ഉണ്ടായത്. എത്ര ആളുകളാണ് ബഹുമാനമുള്ളവരോട് നേരിട്ടിട്ട് പൊരുത്തക്കേടും വാങ്ങിച്ചിട്ട് ദുനിയാവിൽ തന്നെ ശാപങ്ങൾ ഏറ്റുവാങ്ങി, ദുനിയാവിൽ തന്നെ കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങി എത്ര ആളുകളാണ് നശിച്ചു പോയത്. എത്ര ആളുകളാ. അല്ലാഹു തആല അവരെ അങ്ങനെയാണ് ആദരിച്ചിട്ടുള്ളത്. അവർക്കെതിരെ വാളോങ്ങിയവർ, അവർക്കെതിരെ ശബ്ദമുയർത്തിയവർ, അവർക്കെതിരെ ശബ്ദിച്ചവർക്ക് അല്ലാഹു തആല തക്കതായ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് അന്നേരം തന്നെ അല്ലാഹു തആല ലോകത്ത് ദൃഷ്ടാന്തങ്ങൾ വെളിവാക്കിയിട്ടില്ലേ? എത്രമാത്രമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാ ബഹുമാനമുള്ള ശൈഖുന അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാ, അവർ അള്ളാഹുവിനോട് ശബ്ദിച്ചവരാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സംസാരിച്ചവർ മാത്രമാണവർ. ബഹുമാനപ്പെട്ട ശൈഖുന പണ്ഡിതന്മാരുടെ സമ്മേളനത്തിന് സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനയെ കൊണ്ടുവന്നില്ലേ? കേറും മുമ്പ് ശൈഖുന എന്താ പറഞ്ഞത്? സമ്മേളനത്തിന്റെ സദസ്സിൽ അവിടെ മേശപ്പുറത്ത് വിരിച്ചിരുന്ന മുസല്ല, ആ മുസല്ലയിൽ റൗളാ ഷരീഫിന്റെ ആ മദീനത്തെ പച്ചക്കുബ്ബയുടെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ആ മുസല്ലയിൽ അതിന്റെ പുറത്തല്ലേ ഫ്ലാസ്കും ഗ്ലാസുകളും വെച്ചിരുന്നത്? ബഹുമാനമുള്ള ശൈഖുന ആ സമ്മേളനത്തിന് വരുന്ന സമയത്ത് സമ്മേളനത്തിന് ആ സ്റ്റേജിലേക്ക് കയറാതെ അതിന് മുമ്പ് തന്നെ അവിടെ നിന്നു. ആര് പറഞ്ഞു കൊടുത്തു? പണ്ഡിതന്മാരെല്ലാവരും ഇരിക്കല്ലേ, അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ശൈഖുന വന്നപാട് അവിടെ നിന്നിട്ട് പറഞ്ഞു, ആ വിരിപ്പെടുക്കൂ. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, മേശപ്പുറത്ത് ഫ്ലാസ്കും ഗ്ലാസും ഒക്കെ വച്ചിട്ടുള്ളത് മദീനത്തെ പച്ചക്കുപ്പയുടെ ഫോട്ടോ ഉള്ള മുസല്ലയില. ആ വിരിപ്പെടുക്കൂ. അതെടുത്ത് മടക്കി വച്ചതിന് ശേഷമല്ലേ ബഹുമാനമുള്ളവർ സ്റ്റേജിലേക്ക് കയറുന്നത്. മദീനയെ മാത്രമല്ല അതിന്റെ ഫോട്ടോ വരെ ആദരിക്കേണ്ടതാണെന്ന് ബഹുമാനമുള്ളവർ പഠിപ്പിക്കുകയല്ലേ. എത്രമാത്രം ഇഷ്കാ നോക്കൂ നിങ്ങൾ. ബഹുമാനമുള്ള ശൈഖുന അത്രമാത്രം ആദരിച്ചുകൊണ്ടാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് മാത്രമല്ല മഹാന്മാരായ മശായിഖന്മാരുടെ പേര് പോലും ബഹുമാനമുള്ള ശൈഖുന പറയാറുണ്ട്. റളിയല്ലാഹു അൻഹു എന്ന് കൂട്ടി പറഞ്ഞില്ലെങ്കിൽ തൗബ ചെയ്യണമെന്ന് തൗബ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലരെയും. അത്രമാത്രം അദബിന്റെയും ആദരവിന്റെയും കാര്യത്തിൽ വളരെ കർശനമായിരുന്നു. മഹാന്മാരുടെ പേര് പറയുമ്പോൾ തർളിയത്ത് ചൊല്ലിയില്ലെങ്കിൽ, റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലിയില്ലെങ്കിൽ പോലും ബഹുമാനമുള്ളവർ തൗബ ചെയ്യിപ്പിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ. പിന്നെ ബാക്കി പറയണോ? അത്രയും ആദരവായിരുന്നു ദീനിന്റെ കാര്യത്തിൽ കർശനമായ നിലപാട്. അതേസമയം ബഹുമാനമുള്ള ശൈഖുന കാരുണ്യത്തിന്റെ നീരുറവയായിരുന്നു, കാരുണ്യത്തിന്റെ കരകാണാ കടലായിരുന്നില്ലേ. എത്ര ആളുകളാണ് ബഹുമാനമുള്ള ശൈഖുനയെ കണ്ട് സന്മാർഗം പുലുകിയ എത്ര ആളുകളാ. എത്ര ആളുകൾ ബഹുമാനമുള്ള ശൈഖുനാന്റെ മുന്നിലേക്ക് വന്നിട്ട് പനമരത്ത് ഒരു മഹാൻ അവർക്ക് ലോകത്തോട് വിട പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ശൈഖുനയെ കാണാൻ വന്ന ചരിത്രം വളരെ പ്രസിദ്ധമല്ലേ. എത്രമാത്രം മോശപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു മഹാൻ, എത്രമാത്രം മോശപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാളല്ലേ അദ്ദേഹം. ബഹുമാനമുള്ള ശൈഖുന വന്നിട്ട് എന്താ ചെയ്തത്? ശൈഖുന ഒന്ന് തടവിക്കൊടുത്തതല്ലേ, തല മുതൽ ഇങ്ങനെ ഒന്ന് തടവിക്കൊടുത്തു. നോക്കൂ, നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ജീവിതം അടിമുടി മാറി. അദ്ദേഹം വളരെ സൽസ്വഭാവിയായി, മഹാന്മാരുടെ ചര്യയിലായി, റൂട്ടിലായി. അദ്ദേഹം തന്നെ അള്ളാഹുവിന്റെ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ശിഷ്യന്മാരൊക്കെ ഒരു മഹാനായി മാറുകയല്ലേ ഉണ്ടായത്. അങ്ങനെ എത്ര അനുഭവങ്ങളാണ് ബഹുമാനമുള്ള ശൈഖുനയെ കണ്ടുകൊണ്ട് എത്ര ആളുകളാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിലേക്ക് കുലുങ്ങിയത്. ശൈഖുന റിയാദിലിരുന്ന കാലഘട്ടം, ബഹുമാനമുള്ള ശൈഖുന റിയാദിലിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. കല്ലായിലെ
NC മൊയ്തീൻ കുട്ടി മൂപ്പന്റെ വീട്ടില്, ഉമർ മൂപ്പന്റെ വീട്ടില്, അതുപോലെ ഇടിയങ്ങരയിലെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലൊക്കെ ബഹുമാനമുള്ള ശൈഖുനാ റിയാദ ഇരുന്നിട്ടുണ്ട്. ആ റിയാദയെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. എത്രമാത്രം കഠിനമായ റിയാദയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബഹുമാനമുള്ള ശൈഖുന അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഖാദിരിയത്തിൽ കാമിലും മുക്കമ്മിലുമായ മുറബ്ബിയായ ഷെയ്ഖായി, അവർ ഉന്നതരായ മഹാനായി, അവർക്ക് കറാമത്തുകൾ ദൃഷ്ടാന്തങ്ങളൊക്കെ വെളിവായതിന്റെ ശേഷമാണ് മൊയ്തീൻ സാഹിബ് അവരെ കൊണ്ടുപോയി റിയാദ ഇരുത്തുന്നത്. എന്തിനാണത്? വലിയാവാനാണോ? അല്ല അല്ല അല്ല. അതിൻ്റെയൊക്കെ മുമ്പ് അവർ അതാ വിലായത്തിന്റെ പദം പ്രാപിച്ചിട്ടുണ്ട്. മറിച്ച് അവരിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനമുണ്ട്. അതാണ് നാം ആദ്യം പറഞ്ഞു വെച്ചത്. 700 വർഷമായി എന്നെ പോലൊരാൾ വന്നിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിനു ശേഷം എന്നെ പോലൊരാൾ വന്നിട്ടില്ല. ആ പ്രത്യേകമായ പദവി അവർക്ക് നൽകപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പാകപ്പെടുത്തിയെടുക്കുകയാ. അതിലേക്കുള്ള മുന്നൊരുക്കമാ. അങ്ങനെ ബഹുമാനമുള്ള ശൈഖുന റിയാദിലിരുന്ന ചരിത്രം, ബഹുമാനമുള്ള ശൈഖുന യാസീന്റെ റിയാദിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ടല്ലോ. മുഹമ്മദ് കോയക്കുട്ടി ഹാജി കിടാശ്ശേരി ഒക്കെ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു യാസീനിന്റെ ഏട് പോലെ ആയിരുന്ന, തീറ്റയില്ല, കുടിയില്ല, ഉറക്കമില്ല, സംസാരമില്ല, അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ലയിച്ചിരുന്ന സമയം. ഒരു ഹർഫ് സിട്ടുകളോട് കലാമില്ല. പകൽ നോമ്പും രാത്രി നിസ്കാരവും. ഒരു ചീന്ത് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്ന, ഒരു ഗ്ലാസ് ചുടുവെള്ളം മാത്രം ചിലപ്പോൾ ഒരു ദിവസത്തിൽ മാത്രം കഴിക്കുന്ന ദിവസം, ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 ദിവസം ആട്ടിൻ പാൽ 1/2 ഗ്ലാസ് കുടിക്കുന്ന, അത്രമാത്രം ഭക്ഷണം ചുരുക്കിയ ഒരു കാലഘട്ടം. നോക്കൂ നിങ്ങൾ, ആ കഠിനമായ റിയാദ, ബഹുമാനമുള്ള ശൈഖുനായ റിയാദ ഇരുത്തിയ ആ റിയാദകളുടെ കാലഘട്ടം ആദ്യത്തെ 8 വർഷത്തോളം ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി, NC മൊയ്തീൻ കുട്ടി കല്ലായി മൂപ്പന്റെ വീട്ടില്, ഉമർ മൂപ്പന്റെ വീട്ടില്, മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലൊക്കെ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ 3 കൊല്ലത്തെ റിയാദ വളരെ കഠിനമായിരുന്നു. വളരെ വളരെ കഠിനമായിരുന്നു. ഒന്നും മിണ്ടാൻ പാടില്ലാത്ത, ഉരിയാടാൻ പാടില്ലാത്തൊരു പ്രത്യേകമായ റിയാദ. ആ സമയത്തല്ലേ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ വന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനയോട് തന്റെ ഉമ്മ വന്ന് സലാം പറഞ്ഞപ്പോ സലാം മടക്കാത്തതിന്റെ പേരിൽ സംസാരിച്ചു. അങ്ങനെ ശൈഖുന ഉമ്മക്ക് സലാം മടക്കിയപ്പോൾ തന്റെ ഗുരുവര്യരായിരുന്ന മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിയാദ മുറിഞ്ഞു, ഇനി രണ്ടാമത് തുടങ്ങണം. 2 കൊല്ലം പൂർത്തിയായ റിയാദയാ. 3 കൊല്ലത്തെ റിയാദ 2 കൊല്ലം പൂർത്തിയായതാ. റിയാദ മുറിഞ്ഞുപോയി. സലാം മടക്കിയപ്പോൾ റിയാദ മുറിഞ്ഞുപോയി. സൃഷ്ടികളോട് കലാം പാടില്ല. അങ്ങനെ രണ്ടാമത് പിന്നെയും 3 കൊല്ലം ഇരുന്നു. അങ്ങനെ 5 കൊല്ലം ഇരുന്നു. അങ്ങനെയാണ് റിയാദ പൂർത്തിയാക്കിയത്. ആ റിയാദ പൂർത്തിയാക്കിയ രംഗമൊക്കെ മഹാന്മാർ പറയുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു യാസീനിന്റെ ഏട് പോലെ കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാവുന്ന രീതിയിൽ തീറ്റയും കുടിയുമില്ലാതെ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ തന്നെ ശൈഖുന ഒരു കുഞ്ഞൊരു മനുഷ്യനാ. എന്നിട്ട് ഒരു എല്ലും തോലുമായ ഒരു അവസ്ഥ, ചെറിയൊരു കുഞ്ഞു കുട്ടിയെപ്പോലെ കോരിയെടുക്കാവുന്ന രീതിയിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന ആയിത്തീർന്നുവെന്ന് അവിടുത്തെ ഖാദിമികളെ ഒരിക്കൽ കണ്ടാൽ തന്നെ സങ്കടം തോന്നിപ്പോ. എന്തിനാണ് ഈ ത്യാഗം? എന്തിനാണ് ഈ ത്യാഗം? രാപ്പകലില്ലാതെ അല്ലാഹ് എന്ന നിയ്യത്തിൽ മാത്രം അവർ കഴിഞ്ഞുകൂടിയില്ലേ? ഉറക്കമില്ലല്ലോ അവർക്ക്. ഒരിക്കലെങ്ങാനാണ് ഉറങ്ങിപ്പോയത്. അത് തന്നെ സാഹിബ് പുറത്തിരിക്കുക, ബഹുമാനപ്പെട്ട മൊയ്തീൻ സാഹിബിലുള്ള ആളം റളിയല്ലാഹു അൻഹു പുറത്തിരിക്കുക, ശൈഖുന അകത്തിരിക്കുകയാണ്, തിണ്ണയിലിരിക്കുക. റിയാദയില, രാപ്പകയില്ലാത്ത റിയാദയില. അങ്ങനെ ശൈഖുന അകത്തിരുന്ന് റിയാദിരിക്കുന്ന സമയത്ത് മനുഷ്യനല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ഒരിക്കലിങ്ങനെ ഉറങ്ങി തൂങ്ങിപ്പോയതാ. ഉറക്കം തൂങ്ങിയതേ ഉറങ്ങുള്ളൂ. മൊയ്തീൻ സാഹിബ് പുറത്തിരിക്കുക. മൊയ്തീൻ സാഹിബ് ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, പുറത്തായിരിക്കണേ. ഉറക്കം തൂങ്ങിയപ്പോഴേക്കും ഒച്ച ബഹുമാനപ്പെട്ട മൊയ്തീൻ സാഹിബ് കിടുങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട ശൈഖുന പെട്ടെന്ന് ഞെട്ടിയടിച്ചു. പിന്നെ ഉറങ്ങിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരു കട്ടൻ ചായ കൊടുക്കണമെങ്കിൽ സ്വാഹിബിനോട് ചോദിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഒരു കട്ടൻ ചായ കൊടുക്കണമെങ്കിൽ സ്വാഹിബിന്റെ സമ്മതം വേണം. സ്വാഹിബിന്റെ സമ്മതമില്ലാതെ ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് അനുവാദമില്ലായിരുന്നു. അത്രയും കഠിനമായ റിയാദ. ആരെ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കൂ ഇതൊക്കെ? അങ്ങനെ നോക്കിയെടുത്തതാ മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ശൈഖുനയെ. ആ റിയാദയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശൈഖുന പ്രഖ്യാപിച്ച്, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി പ്രഖ്യാപിച്ചതാ, അന ഖുതുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം.
അല്ലാതെ വെറുതെ പെട്ടെന്നൊന്ന് കയറി വന്നതല്ല. രാപ്പകലില്ലാതെ നീളമായ സുജൂദുകൾ. ശൈഖുന സുജൂദ് എത്ര സ്ഥലങ്ങളുണ്ട് ലോകത്ത്? നിങ്ങൾ നോക്കൂ, എത്രയെത്ര അറബിക് കോളേജുകളും എത്രയെത്ര പള്ളികളും പാലങ്ങളും ബിൽഡിങ്ങുകളും മദ്രസകളും എത്രയെത്ര സ്ഥലങ്ങളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇന്ന് സുജൂദ് ചെയ്ത സ്ഥലങ്ങളല്ലേ അത് മുഴുവനും? ശൈഖുന സുജൂദ് ചെയ്ത എത്ര ഇടങ്ങളാണ് ഇന്ന് അറിയപ്പെട്ട വലിയ വലിയ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ബഹുമാനപ്പെട്ടവർ നടക്കുകയായിരുന്നില്ലേ വയനാട് കാടുകളിലും മൈസൂർ കാടുകളിലും? ബഹുമാനപ്പെട്ട ശൈഖുന കഴിഞ്ഞിരുന്ന കാലമില്ലേ? ശൈഖുനയെ ആരുമറിയാതെ കാടുകളിൽ ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞിരുന്ന കാലമുണ്ട്. അവിടുത്തെ ചരിത്രം വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത വിധം വിശാലമായി കിടക്കുകയല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനയെ ഒരിക്കൽ ആദിവാസികളല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനയെ കാട്ടിൽ നിന്ന് ആ മുള്ളുകൾക്കിടയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അർദ്ധനഗ്നനായ ഒരു ഫക്കീർ, മുടിയും താടിയും നീണ്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നത് ശൈഖുനയെ ആദിവാസികൾ കണ്ടിട്ടല്ലേ, കാട് വെട്ടിയിട്ടല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനയെ ആ വള്ളിപ്പടർപ്പുകളൊക്കെ വെട്ടിമാറ്റി കാടും വള്ളിപ്പടർപ്പുകളും പടലയും കാടലൊക്കെ വെട്ടി മാറ്റിയിട്ടല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനയെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന അല്ലാഹു എന്ന നെയ്യത്തിൽ അവിടെ ഇരുന്നു പോയി. വള്ളി പടർപ്പുകളും മറ്റും അവരെ പൊതിഞ്ഞതുപോലും അവരറിഞ്ഞിട്ടില്ല. അല്ലാഹു എന്ന നെയ്യത്തിൽ സർവം മറന്നു ലയിച്ചു പോയ സമയമാണത്. ഇങ്ങനെ ശൈഖുനയെ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. കാട്ടാനകളും മറ്റും ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ഹദ്റത്തിൽ വരാറുണ്ട്. അന്നും പിന്നീട് പല സമയങ്ങളിലായി ശൈഖുന മറ്റുള്ളവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഉണ്ടായിട്ടുണ്ട്. കാട്ടാനകൾ വരും, ശൈഖുനാന്റെ മുന്നിൽ വന്ന് ചിഹ്നം വിളിക്കും, വായ പൊളിക്കും. ബഹുമാനപ്പെട്ട ശൈഖുന കരിമ്പിന്റെ കഷ്ണങ്ങളൊക്കെ വായിലേക്ക് വെച്ചു കൊടുക്കും. അവർ അത് കഴിച്ച് മടങ്ങിപ്പോവും. കാട്ടാനകൾ വന്ന് മുന്നിൽ സുജൂദിലായി വീഴും, തലകുനിച്ച് മുന്നിൽ വന്ന് തുമ്പിക്കൈയൊക്കെ നിലത്ത് വെച്ച് തലകുനിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ മുന്നിൽ വന്ന് നിൽക്കും. കാട്ടാനകൾ നമ്മൾ ചിന്തിക്കണം. ബഹുമാനമുള്ള ശൈഖുനായെ ലോകത്ത് സർവരാലും തിരിച്ചറിയപ്പെടുകയാ. എന്നെ കാണാൻ വന്യജീവികൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മനുഷ്യരായ നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് ശൈഖുന പറഞ്ഞില്ലേ? ഹുസൈനാജി, എന്നെ കാണാൻ ധാരാളം വന്യജീവികൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മനുഷ്യരായ നിങ്ങളെ ഓർത്ത് ഞാൻ അവർക്ക് സമ്മതം കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് കൂട്ടായിരുന്നില്ലേ കാട്ടിലെ വന്യജീവികൾ മുഴുവനും? ഒരിക്കൽ ശൈഖുന കാട്ടിലൂടെ നടന്നു പോകുമ്പോഴല്ലേ, വയനാടൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോഴല്ലേ, ഒരു ഡ്രൈവർ അതിലൂടെ കടന്നുപോയി. ആനക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ആളെ കണ്ട് ഡ്രൈവർ അങ്ങനെ വണ്ടി വിട്ടടിച്ചു പോയി. കുറെ വർഷങ്ങൾക്ക് ശേഷം ശൈഖുന മടവൂരിനെ കാണാൻ ഈ ഡ്രൈവർ ആ തിരുഹദ്റത്തിൽ ചെന്നപ്പോഴല്ലേ ശൈഖുന പറയുന്നത്, ചോദിച്ചപ്പോഴല്ലേ ഈ ചരിത്രം പുറത്തു വന്നത്, നിങ്ങളല്ലേ അന്ന് ആ വണ്ടി ഓടിച്ചു പോയ ഡ്രൈവർ ആയിരുന്നില്ലേ? ആ ഡ്രൈവർ നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. ഞാൻ കാട്ടാനക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങളായിരുന്നല്ലോ വണ്ടി ഓടിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോഴല്ലേ ബഹുമാനമുള്ള ശൈഖുനായിരുന്നു ആ ഫഖീർ. ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ കൂടെ തന്നെ ചില ആളുകൾ കാട്ടിലേക്ക് കയറിയിട്ടില്ലേ? മുരീദന്മാരായിരുന്ന ആളുകൾ ഒക്കെയും ചരിത്രം വളരെ വ്യക്തമല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ മുന്നിലേക്ക് കാട്ടാനകൾ വന്നതും വായ പൊളിച്ചു നോക്കിയതൊക്കെ. വായ പൊളിച്ചു നോക്കൂ, ശൈഖുന വായിലേക്ക് കൈയിട്ടു. നല്ല ചൂടുണ്ട്, നിങ്ങളും കൈയിട്ട് നോക്കൂ നിങ്ങൾ. ആരാണവർ? പ്രപഞ്ചം മുഴുവൻ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തില്ല അല്ലാഹു തആല. അതാണ് ഞാൻ പറഞ്ഞത്, ഫർദ് എന്ന് പറയുന്ന പദവി അർശ് മുതൽ ഫർശ് വരെയും പ്രപഞ്ചമാസകലം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തപ്പെട്ട ഉന്നതമായ പദവിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനമുള്ളവരുടെ ആ ഗുരുത്വവും പൊരുത്തവും തിരുനോട്ടവും നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.